നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോകത്ത് പടരുന്ന യുദ്ധങ്ങളും അശാന്തിയും അത് നൽകുന്ന വിവരണാതീതമായ ദുരിതങ്ങളും കണക്കിലെടുത്ത് ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പ്രാർത്ഥനായജ്ഞവും ശാന്തിയാത്രയും സംഘടിപ്പിച്ചു. 350ഓളം വരുന്ന ആൽഫയുടെ വിവിധ സെന്ററുകളിലെ സന്നദ്ധ പ്രവർത്തകർ രാവിലെ 8 മണിക്ക് തൃശൂർ തെക്കേ ഗോപുര നടയിലാണ് പ്രാർത്ഥനായജ്ഞം നടത്തിയത്. തുടർന്ന് 10 മണിക്ക് ആരംഭിച്ച ശാന്തിയാത്ര സ്വരാജ് റൗണ്ട് ചുറ്റി തൃശൂർ സാഹിത്യ അക്കാദമിയിൽ സമാപിച്ചു. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ ഗാന്ധി ജയന്തി ദിനാചരണ സന്ദേശം നൽകി. ശാന്തിയും സമാധാനവും പുലരേണ്ടത് ഓരോരുത്തരുടെയും മനസ്സിലാണെന്നും അന്യന്റെ വേദന തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ കാരുണ്യത്തിന്റെ ദീപം തെളിയിക്കാൻ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യന്റെ വേദനയും ദുരിതവും കഷ്ടപ്പാടുകളും കുറയ്ക്കാൻ വേണ്ടി നിതാന്ത ശ്രമം നടത്തുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ആൽഫ പ്രവർത്തകർക്ക് കഴിയേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജിയും കസ്തൂർബയും ആശ്രമത്തിൽ ചർക്കയിൽ നൂൽ നൂൽക്കുന്നവർ തുടങ്ങിയ ഫ്ലോട്ടുകളും ഗാന്ധി സൂക്തങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള LED വാഹനം, ബാനറുകൾ, ബോർഡുകൾ എന്നിവ ശാന്തിയാത്രയ്ക്ക് അകമ്പടിയായി ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, പ്രോഗ്രാം കൺവീനർമാരായ തോമസ് തോലത്ത്, KA ഖദീജാബി, VJ തോംസൺ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, അഡ്മിനിസ്ട്രേഷൻ മാനേജർ സന്ധ്യ സുജിത്, PRO താഹിറ മുജീബ്, വിവിധ ലിങ്ക് സെന്റർ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി പ്രശസ്ത സിനിമാ സംവിധായകൻ സത്യനന്ദിക്കാടും മണപ്പുറം ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ CMD VP നന്ദകുമാറും. കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ ആൽഫ പാലിയേറ്റീവ് കെയർ മുഖ്യ രക്ഷാധികാരികളായി ഇരുവരും ചുമതലയേറ്റു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷത വഹിക്കുകയും മുഖ്യ രക്ഷാധികാരികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആൽഫയുടെ പ്രവർത്തനങ്ങൾ നാൾക്കുനാൾ പുരോഗമിക്കുന്നുവെന്നതും വേദനയനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിലേക്ക് ദേശഭേദങ്ങൾ മറികടന്ന് സഞ്ചരിക്കുന്നുവെന്നതും തന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മേയർ MK വർഗീസ് പറഞ്ഞു. പൊതുപ്രസ്ഥാനങ്ങൾക്കുണ്ടായിരിക്കേണ്ട വിശ്വാസ്യത ആൽഫയ്ക്ക് വേണ്ടത്രയുണ്ടതിനാലാണ് കോർപ്പറേഷന്റെ കോടികൾ വിലമതിക്കുന്ന സ്ഥലത്ത് കെട്ടിടം പണിതു നൽകാനും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകാനും കോർപ്പറേഷൻ തീരുമാനമെടുത്തതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. ആൽഫയോടൊത്ത് ദശാബ്ദ കാലത്തിലേറെയായുള്ള അടുപ്പം സത്യനന്ദിക്കാടും മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ VP നന്ദകുമാറും ഓർമ്മിച്ചു. ആൽഫ നടത്തുന്നത് വേദനിക്കുന്നവർക്ക് ആശ്വാസം കണ്ടെത്തുന്നതിനുള്ള യുദ്ധസമാനമായ പ്രവർത്തനമെന്നാണ് തന്റെ അനുഭവമെന്ന് സത്യനന്ദിക്കാട് പറഞ്ഞു. ആൽഫയുടെ പ്രവർത്തനം കേരളത്തിന്റെ അതിർത്തിക്കപ്പുറം വ്യാപിക്കുന്നതിൽ തന്റെ പരിപൂർണ പിന്തുണ മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ VP നന്ദകുമാർ വാഗ്ദാനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D ദാസ്, CSR ഹെഡ് ശില്പ ട്രീസ, ആതിര ബിൽഡേഴ്സ് MD റഷീദ്, കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ KS ഷാജി, പ്രോഗ്രാം കൺവീനർമാരായ തോമസ് തോലത്ത്, KA ഖദീജാബി, കൺവീനർ VJ തോംസൺ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആൽഫയുടെ വിവിധ സെന്ററുകളുടെ ഭാരവാഹികളും പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.